കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു വാർത്ത കേരളത്തെയും രാജ്യത്തെയും ഒരുപോലെ ഞെട്ടിച്ചത്. ഏതാനും മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ആ വാർത്ത. പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നതെന്ന് വ്യക്തമായി. സാധാരണഗതിയിൽ കന്യാസ്ത്രീകൾ സാമൂഹിക സേവനങ്ങളിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും നിസ്വാർത്ഥ സേവനം നടത്തുന്നവരാണ്. അങ്ങനെയുള്ളവരെ മതപരിവർത്തന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ അതോടൊപ്പം ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസികളിൽ ചിലർ പറയുന്നത് 6 മനുഷ്യജീവനുകൾക്ക് പ്രാധാന്യമില്ല, 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആനക്കാര്യവുമെന്ന നിലയിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ അതിശക്തമായ പ്രതിഷേധം കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് എല്ലാ ക്രിസ്തീയ മതവിഭാഗങ്ങളും അതുപോലെ തന്നെ കത്തോലിക്ക സഭയും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ മാധ്യമ സിൻഡിക്കേറ്റുകളും എല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു, ഇടപെടുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തന്നെ തലസ്ഥാനത്താണെങ്കിലും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. കാരണം കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എങ്കിൽ അവരെ ശിക്ഷിക്കുന്നതോ അല്ലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതോ ജയിലിൽ കിടക്കുന്നതോ ഒട്ടും ശരിയല്ല എന്നുള്ള വാദം തന്നെയാണ് എനിക്കുള്ളത്. ഞാനും ഒരു ക്രിസ്തീയ മതവിഭാഗത്തിൽ ജനിച്ചു വളർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്താണ് കോട്ടയം ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ഒരു ഷൈനിയും 2 കുഞ്ഞുങ്ങളും ജീവിതം അവസാനിപ്പിച്ചത്. അതിൻ്റെ മുഖ്യ കാരണക്കാരനായിട്ട് നിലകൊണ്ടത് ഒരു ക്രിസ്തീയ മത പുരോഹിതൻ തന്നെയാണ് എന്ന് ഉള്ളത് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും വളരെ വ്യക്തവും ബോധ്യവുമായ കാര്യമാണ്. ഇതിനൊക്കെ എതിരെ ആരും പ്രതികരിച്ചു കണ്ടില്ല. മറ്റൊന്ന്, ആ ഏറ്റുമാനൂര് തന്നെ അഡ്വക്കേറ്റ് ജിസ്മോളും 2 കുഞ്ഞുങ്ങളുടെയും മൃതദേഹം പുഴയിൽ കാണപ്പെട്ടത് സംബന്ധിച്ച് ഈ 6 പേരും, അതായത് ഷൈനി 2 കുഞ്ഞുമക്കളും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജിസ്മോളും 2 കുഞ്ഞുമക്കളും, ഈ 6 പേരും 100% ക്രിസ്തീയ കത്തോലിക്ക മതവിശ്വാസികൾ തന്നെയായിരുന്നു. അവർ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു, മെഴുകുതിരി കത്തിക്കാറുണ്ടായിരുന്നു, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാറുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞവർ സഭാ രീതി അനുസരിച്ച് വളരെ 100% വിശ്വാസികളായിട്ട് വർദ്ധിച്ചു വന്നവരായിരുന്നു. ഈ 6 മനുഷ്യജീവനുകൾ ഇല്ലാതായതിനെതിരെ അല്ലെങ്കിൽ അവർക്ക് ആ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു മൗനജാഥ, അതല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു ജാഥ, ഒരു 50 വിശ്വാസികളെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തുവാൻ ഏതെങ്കിലും ക്രിസ്തീയ സമുദായങ്ങളോ പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായം മുന്നിട്ടിറങ്ങിയോ, അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയോ? എന്തുകൊണ്ട് അത് ചെയ്തില്ല? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ 6 മനുഷ്യജീവനുകൾ ഇല്ലാതായതിനേക്കാളും 10 ഇരട്ടിയെങ്കിലും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ ആ ഒരു സന്ദേശമല്ല ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം വൈരുദ്ധ്യമാണ്! ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ്, എത്രയോ ഇരട്ടി ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ 6 മനുഷ്യജീവനുകൾ ഇല്ലാതായതിനെതിരെ പ്രതികരിക്കേണ്ടിയിരുന്നത്. അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു 1000-1 പോലും ഗൗരവം ഇല്ലാത്തൊരു വിഷയമാണ് ഈ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയം. അതായത് 6 മനുഷ്യജീവനുകൾ ഇല്ലാതായ വിഷയം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 1000-1 അംശം പോലും ഗൗരവം ഇതിന് നൽകേണ്ടതില്ല. പക്ഷേ ഇവിടെ പ്രവൃത്തിയിൽ വരുമ്പോൾ ഈ 6 മനുഷ്യജീവനുകൾ ഇല്ലാതായതിനേക്കാൾ 10 മടങ്ങ് ഗൗരവമുള്ള വിഷയമാണ് ഈ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ഇവിടെ വരുത്തി തീർത്തിരിക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് പോലും കൂടെ കത്തോലിക്ക സഭയിൽ എത്ര പുരോഹിതരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്? അതിനൊക്കെ എതിരെ ഒരു പ്രതികരണമോ ഒരു മൗനപ്രാർത്ഥനയോ അതല്ലെങ്കിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇതിങ്ങനെ പുരോഹിതന്മാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നതിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയോ അതിനകത്ത് പ്രതികരിക്കേണ്ടതിനെ പറ്റിയോ ഒരു വാക്ക് ഏതെങ്കിലും സമുദായങ്ങളോ പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? നമുക്കറിയാം, മൂവാറ്റുപുഴ വാഴക്കുളം പള്ളിയുടെ വികാരിയായിട്ട് തന്നെ ജോസഫ് കുഴിക്കണ്ണിയിൽ കഷ്ടിച്ച് 1 വർഷം പോലും ആയില്ല പള്ളി മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.
ഒരു ഫ്ലാഷ് ന്യൂസ് അല്ലാതെ വേറെ അതിനകത്ത് സഭയുടെ ഭാഗത്തുനിന്നും കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം കാണുന്നില്ല. അതുപോലെ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ താമരശ്ശേരി ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലുള്ളതാണ്, അല്ലെങ്കിൽ അതിരൂപതയുടെ കീഴിലുള്ള അമ്പലത്തറ പള്ളിയിൽ അമ്പലത്തറ ഒരു MCBC എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ സംഘടനയുടെ ഒരു ഡയറക്ടറായിട്ടിരുന്ന ആൻ്റണി ഉള്ളാട്ടി, 44 വയസ്സ്. അയാൾ ഇതുപോലെ തന്നെ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളി വികാരി ചെറുപ്പക്കാരനാണ് ആൻ്റണി മുഞ്ഞനാട്. അയാൾ വിഷമടിച്ച് മരിച്ചിരിക്കുന്നു. അയാളുടെ മരണശേഷം അയാളുടെ മൊബൈൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രദേശത്തുള്ള സ്ത്രീകളുടെയും കുടുംബിനികളുടെയും സർവ്വ ഹിസ്റ്ററിയും പല അവിശുദ്ധ ബന്ധങ്ങളും എല്ലാം അതിനകത്ത് നിന്ന് വെളിവാക്കപ്പെട്ടു. ഇനി അതുകൂടാണ്ട് ഈ അടുത്തിടെയാണ് തൃശ്ശൂർ എരുമപ്പെട്ടി പള്ളി വികാരിയായിരുന്ന ലിയോ പുത്തൂര്, ഇതുപോലെ തന്നെ അയാൾ ചെറുപ്പക്കാരനാണ്. അയാൾ ഇതുപോലെ തന്നെ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പം എത്ര പുരോഹിതരാണ് ഈ അടുത്തിടെ തന്നെ ഇങ്ങനെ കെട്ടിത്തൂങ്ങി അതുപോലെ വിഷമടിച്ച് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതുപോലെ ഈ അടുത്ത ദിവസമാണ് ഇവിടെ തലശ്ശേരി രൂപതയുടെ തന്നെ കീഴിലുള്ള ഒരു പള്ളി വികാരി ബാലപീഡനമാണ്, ചെറുപ്പക്കാരായ ആൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ കേസ് വന്ന് അതിനെതിരെ പോൾ തട്ടിങ്കൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അവനെ പിന്നെ പോലീസ് ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം പിടികൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നു. ഇങ്ങനെ എത്ര പുരോഹിതർ. അപ്പോൾ നിങ്ങൾ ഈ സഭാ നേതൃത്വം ഞങ്ങളെപ്പോലുള്ള വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഈ പുരോഹിതരെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷരാണ്. അതുപോലെ തന്നെ ഇവരാണ് ഞങ്ങളെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണല്ലോ പറയണത്. അപ്പം ഇത്തരം പുരോഹിതരൊക്കെ ഇതുപോലുള്ള ദുർഘടങ്ങളിൽ പെടുമ്പോൾ ഇതിനൊക്കെ എതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക ഒരു കാര്യം തന്നെയാണ്.